കിട്ടിക്കൊണ്ടിരിക്കും. ഒരു മന്ത്ലി ഒരു 18,000 നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10-11 മാസം, സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കി, ഒരു 4.5 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടുന്നതോടൊപ്പം തന്നെ 10-11 മാസം കൊണ്ട് ആൾക്ക് ഫുൾ എമൗണ്ട് കിട്ടുന്ന ഒരു 2 lakh ആയിട്ട് മാറുന്നു. 2 lakh ആയി മാറുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന് എത്ര ഡോളർ വെച്ച് വിഡ്രോ ചെയ്യാം? അയാൾക്ക് ഒരു ഡെയിലി $10 വെച്ചിട്ട് നമുക്ക് ഡോളർ മാറ്റിയിട്ട് എടുക്കാനുള്ള അവസരം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 3 വാലറ്റിലൂടെ മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റിൽ വഴി നമ്മളിത് എന്ത് ചെയ്യുന്നു? പല ആളുകളും ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ ഇല്ലാത്ത ആളുകളുടെ അവർക്ക് വേണ്ടി പറയാം, നമുക്ക് ബാങ്കിനേക്കാൾ സെക്യൂർഡ് ആയ ഒരു ഇതിലൂടെയാണ് നമ്മൾ ഈ ഐഡി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് വളരെ സേഫ് ആയ ക്യാഷ് ആണ്. അപ്പൊ നമുക്ക് $10 വെച്ച് വിഡ്രോ ചെയ്യാം. നമുക്കൊരു മന്ത്ലി ഒരു 18,000 to 20,000. സുഹൃത്തുക്കൾ, ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഇത്തരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2x ആണ്, 2 ഇരട്ടി അവർക്ക് കിട്ടും. ഇനിയോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു 2 ഇരട്ടി, 2x എന്നാണ് പറയാം, 2 ഇരട്ടിക്ക്. ഇനി നമ്മളോ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടോ അയൽവാസികളോടോ ഈ ഒരു ബിസിനസ് ഷെയർ ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ഒരുക്കി തന്നുള്ളത് നമ്മുടെ കമ്പനി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ളതിൽ എത്രത്തോളം 38ഓളം പേരുണ്ട്. ഈ 38ഓളം പേര് മനസ്സിലാക്കുക, നമ്മളാണ് ലീഡേഴ്സ്, ഞങ്ങളല്ല, നമ്മളാണ് ലീഡേഴ്സ്. ഈ ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിലെത്തിയിട്ട്, ഈ ഒരു പ്രൊജക്ട് നമ്മളെ കയ്യിലെത്തിയിട്ട് ഒരു 3 മാസത്തിന്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. ഓരോ പ്രൊജക്ട് വരുമ്പോഴും നമുക്ക് ഒരുപാട് കാലം മറ്റു ലീഡേഴ്സിന്റെ കയ്യിലൂടെ എത്തിയിട്ടുള്ള പ്രൊജക്റ്റാണ്. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെ ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു അവസരം നമ്മളെ കയ്യിൽ കിട്ടിയത് നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. അപ്പൊ മാക്സിമം ആളുകൾക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക. 10 വർഷത്തിലേക്ക് വരാൻ പോകുന്ന ആളുകൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളെ വരെ മറ്റുള്ള ലീഡേഴ്സ് പാക്ക് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അവസരം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ നമ്മൾ ഇന്ന് കാലഘട്ടം, ഈ കൊറോണയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് കമ്പനികൾ വന്നും പോയിട്ടുണ്ട്, ഒരുപാട് പാവപ്പെട്ട ആളുകളെ പൈസ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഒരു 1-2 കാര്യങ്ങൾ, ഒരു കമ്പനിയും ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ബൈനറിയിലൂടെ റൈറ്റ് ടു ലെഫ്റ്റ് മാച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, റെഫർ ലിങ്കും ബൈനറി. അത് റൈറ്റും ലെഫ്റ്റും വെച്ച് മാച്ച് ചെയ്തിട്ട് ഫാമിലിയിലത്തെ പാക്ക് ചെയ്തു, അതെല്ലാവരും പാക്ക് ചെയ്തിട്ട് ഒരു 1 lakh ഒക്കെ ചെയ്യുമ്പോൾ ഒരു 10, 40, 50 രൂപ അവര് തന്നെ ലീഡേഴ്സ് തന്നെ അടിച്ചെടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്പനിയിൽ നിന്ന് ഒരു 1 lakh പോയി കഴിഞ്ഞാൽ ഒരു 50,000 രൂപ ലീഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ ബാക്കി ഉണ്ടാവുന്നത് എത്ര? അവർക്ക് 3 ഇരട്ടിയും 4 ഇരട്ടിയും കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ആദ്യത്തെ ഒരു 6 മാസം, 7 മാസം, 8 മാസമൊക്കെ സുഗമമായി നടത്തിപ്പിനൊക്കെ കമ്പനി എന്താ വെച്ചാൽ ലീഡേഴ്സ് അല്ലേ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പാക്ക് ചെയ്യും. പിന്നീട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നതോടുകൂടി ഷട്ടർ ഇടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് വന്ന് കണ്ട് സുപരിചിതമായ ഓരോ കമ്പനികളും ഉണ്ടായിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ വ്യക്തമായിട്ട് വെൽ പ്ലാനോട് കൂടിയിട്ട്, നമുക്ക് ഒരു തരത്തിലും ലാപ്സ് ആവാത്ത രീതിയിലാണ് ഇത് വെൽ പ്ലാനോട് കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. 1 രൂപ പോലും ഒരാൾക്കും നഷ്ടപ്പെടില്ല. കാരണം ഇതിന് വ്യക്തമായിട്ട് ലോക്കിംഗ് ഉണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും. അത് ഞാൻ വ്യക്തമായി പറയാം. ഇത് പിന്നെ ബൈനറി ലെവലല്ല. നമ്മളെ സ്ട്രക്ചർ പോണത് ബൈനറി ആണെങ്കിൽ പോലും നമുക്കിതിൽ ബൈനറി ലെവലിൽ വരുമാനമില്ല. അത് റാങ്കും കാര്യങ്ങളും, അതിലേക്ക് ഞാൻ എത്താം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ലെവൽ പ്ലാൻ ആണ്. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. ഉദാഹരണം, ശശി സാർ എന്ന് തന്നെ വിചാരിക്കട്ടെ. ശശി സാർ എന്നുള്ള വ്യക്തി ഈ ഒരു ബിസിനസ്സിലോട്ട് കയറി അദ്ദേഹത്തിന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയപ്പോ രഘു എന്ന വ്യക്തിയെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും ആളുകളെ പരിചയപ്പെടുത്താം. ഉദാഹരണം ഞാൻ പറഞ്ഞു, രഘു എന്ന വ്യക്തി ഈ പ്ലാൻ മനസ്സിലാക്കി വരുന്നു, ഒരു 1 lakh ആണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ കമ്പനി നമുക്ക് തരുന്നു 10% നമുക്ക് സ്പോട്ട് ഇൻകം തരുന്നു. ഇൻസ്റ്റന്റ് വിഡ്രോ ആണ്. നിങ്ങൾ രഘു എന്ന വ്യക്തിയെ ജോയിൻ ചെയ്യിച്ച സ്പോട്ടിൽ തന്നെ നിങ്ങളെ വാലറ്റിലോട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ആണോ, ടോക്കൺ പോക്കറ്റ് ആണോ, ഏതിലാണോ നിങ്ങൾ ഐഡി ക്രിയേറ്റ് ചെയ്തിരുന്നത് അതിലേക്ക് നിങ്ങളെ 10% വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഞാൻ പറഞ്ഞു 25% നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ 10% നിങ്ങൾക്ക് സ്പോട്ട് കിട്ടിയിട്ടും, അതായത് 10,000 രൂപ, അതായത് നമുക്ക് കിട്ടിയത് $110 വന്നിട്ടുണ്ടാവും. $110 വന്നിട്ടുണ്ടാവും. ഇനി ബാക്കി എത്ര ഉണ്ടാവും? 10% കിട്ടി, ബാക്കി 15%. ബാക്കി 15% എങ്ങനെ തരുന്നു? ഇവിടെ രഘു എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും ഡെയിലി ഒരു 1000 രൂപ. അതുപോലെ എനിക്ക് ഒരു 1000 രൂപ കിട്ടിയിട്ടുണ്ടാവും. വേരിയേഷൻ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എത്രയാണോ ROI കിട്ടുന്നത്, ആ അദ്ദേഹത്തിന് കിട്ടുന്ന ROIയുടെ 15% വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. 15% വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം കിട്ടും? 100 days കിട്ടും. സുഹൃത്തുക്കൾ, ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ സ്പോട്ട് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 100 ദിവസമാണ്. നമ്മളൊരു 10 പേരെ കണക്ട് ചെയ്തു, 1 lakhന്റെ ബിസിനസ് എടുത്തു, 1 ലക്ഷം രൂപകളെ കമ്മീഷൻ ആയിട്ടുണ്ടാവും.
കൂടാതെ 15% വെച്ചിട്ട് ഓരോ ദിവസങ്ങൾക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ലെവൽ ആണെങ്കിലോ നമുക്കറിയാം നമ്മളെ 25% കഴിഞ്ഞാൽ 10% ആണ്. 10% പറഞ്ഞാലോ, അപ്പൊ ഞാൻ എന്റെ സുഹൃത്തായ ഇപ്പൊ ഷാഹിൻ ഭായിനും പരിചയപ്പെടുത്തിയ ഷാഹിൻ ഭായി നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 10% എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ കിട്ടിയ വ്യക്തിക്ക് കിട്ടുന്നതിന്റെ ROI 10% ആയിരിക്കുണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെ 5%, 3%, 2%, അങ്ങനെ നമുക്ക് 31 മുതൽ 40 വരെ 1.2% വരെ സുഹൃത്തുക്കളെ നമുക്ക് തരുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കുക, നമ്മൾ ഒറ്റയ്ക്കല്ല, ഓരോ വ്യക്തികൾ മനസ്സിലാക്കുക, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ഈ ശശി സാറെ ടീമിലൂടെ ഒരു 40 ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 1000 മെമ്പേഴ്സേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇവിടെ പല ലീഡേഴ്സിനും കാണാൻ 1,00,000 മെമ്പേഴ്സും 50,000 മെമ്പേഴ്സും 60,000 മെമ്പേഴ്സും ഒക്കെ ഉള്ള എനിക്കറിയാം സുപരിചിത ലീഡേഴ്സ് ഇതിലുണ്ട്. കാരണം ഇവിടെ ഒരു 1000 മെമ്പേഴ്സിന്റെ കഥ മാത്രം ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, 31ാമത്തെ ലെവലിൽ നമുക്ക് തരുന്നത് 1.2% മുതൽ പിന്നെ നമുക്ക് 40ാമത്തെ ലെവൽ വരെ 1.2% തരുന്നത്. ശ്രദ്ധിക്കുക, പല കമ്പനികളും 4, 5, 6, 10 റഫർ ലെവൽ കഴിഞ്ഞാൽ പിന്നെ 0.002%, 00 അങ്ങനെ അതായത് 0.05%, അതായത് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ ഇപ്പൊ എടപ്പാളുള്ള ഒരു വ്യക്തിയെ തിരുവനന്തപുരത്ത് കൂടെ ലീഡേഴ്സിനെ പാക്ക് ചെയ്ത് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂം, ഫുഡ്, അവിടുത്തെ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞാലും ലീഡർക്കൊന്നും കിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 31ാമത്തെ ലെവൽ തൊട്ടിട്ട് നമുക്ക് 40ാമത്തെ ലെവൽ വരെ 1.2 ആണ്. ഞാൻ പറഞ്ഞു ശശി സാറെ താഴെ ഒരു 1000 മെമ്പേഴ്സാണ് വരുന്നതെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം 12 രൂപ ഉണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, 1000 × 12, 12,000 രൂപ വെച്ചിട്ട് ശശി സാർക്ക് 40ാമത്തെ ലെവലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, 39ാമത്തെ ലെവലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, 38 ഉണ്ടാവും, 37, 36, 35, 33, 32, 31, ഇതിലല്ലാതെ കൂടാതെ ഇതിലൊക്കെ ലെവൽ ഇൻകം കിട്ടും. പക്ഷെ കിട്ടാൻ കുറച്ച് കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലോക്കിംഗ് ഉണ്ട്. എന്താണ്? നമ്മൾ മിനിമം 12 റെഫർ ചെയ്തിരിക്കണം. കമ്പനി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്ര രൂപയുടെ ബിസിനസ് കൊണ്ടുവരണം എന്നല്ല, മിനിമം നമ്മളെ പാക്കേജ് എത്രയാണോ, ഇപ്പൊ നമുക്ക് കമ്പനി അനുവദിക്കുന്നുണ്ട് $50 നമുക്ക് കൊണ്ടുവരാം. 12 പേരെ $50 കൊണ്ടുവച്ചാലും നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നാലും മതി, നിങ്ങൾക്ക് ഈ എല്ലാ ഇൻകവും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യും. ആകുള്ളൊരു ക്രൈറ്റീരിയതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാ രഘുവിനെ കൊണ്ടുവന്നു, രഘു സാറ് ഷാഹിൻ സാഹിനെ കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 ലക്ഷം രൂപ അടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10% ആണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു $50 ചെയ്യിപ്പിച്ചാൽ മതി. ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ഒരാളെ പേര് ചെയ്യിപ്പിക്കും, അതിന്റെ ഡബിൾ നിങ്ങൾക്ക് കിട്ടില്ലേ. അപ്പൊ മനസ്സിലാക്കുക, ഈ ഒരു 40 ലെവൽ മുതൽ പിന്നെ 31 മുതൽ 40 ലെവലിലും കിട്ടാൻ നിങ്ങൾക്ക് ആകെ 12 റെഫറൽ മാത്രം, അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. കൂടാതെ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ അതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ഞാൻ 1 ലക്ഷം രൂപയുടെ ബിസിനസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നമുക്ക് $50 $100 ഈ ബിസിനസ്സിലോട്ട് കയറി വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയാണോ നിൽക്കുന്നത് അതായിരിക്കും നമ്മൾ ഒരു ദിവസത്തെ വരുമാനം ഉണ്ടാവുക. ഞാൻ $100 വന്നതെങ്കിൽ, ഞാൻ 1 ലക്ഷം രൂപയാണ്, ഇത് ശശി സാറ് $100 വന്നതെങ്കിൽ, രഘുവിനെ കൊണ്ടുവരുന്നത് 1 ലക്ഷം രൂപയിലാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് 110 ആണ്. ഇവിടെ എത്രയാണ് നമ്മളുള്ളത്? $100 നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 110 ആണ്. ആ $100 നമുക്ക് കിട്ടുള്ളൂ. $10 എന്ത് ചെയ്യും? വാഷ് ഔട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രയാണോ, നമ്മൾ ഐഡി എത്രയാണോ ആ ഐഡിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ സീലിംഗ് ലിമിറ്റ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാലോ, ഇന്ന് ഇയാൾ 2 ലക്ഷമോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ചെയ്യുമ്പോൾ നമ്മൾ ഐഡി ടോപ്പ് അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് താഴെ വരുന്ന വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പ് അപ്പ് ചെയ്യണം. സ്വാഭാവികം, നമ്മളെല്ലാവരും ചെയ്യണം. ഇനി ഞാൻ നേരത്തെ മുന്നേ സൂചിപ്പിച്ചു, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം 2x ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനി നമുക്ക് തരുന്നത് 4x ആണ്. സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ കമ്പനി നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു ലോക്കിംഗ് ഉണ്ട്. കാലാകാലം നമുക്ക് ഒരു ഐഡി എടുത്തിട്ട് ഒരു 10,000 രൂപയുടെ ഒരു 50,000 രൂപയുടെ ഐഡി എടുത്തിട്ട് കാലാകാലം ടീമിലൂടെ വരുമാനം വാങ്ങുന്നു വിചാരിക്കേണ്ട, തെറ്റായ രീതിയിലൊന്നും വിചാരിക്കേണ്ട. നമ്മളെ കമ്പനി നിലനിൽക്കണം, നമുക്ക് എന്നും വരുമാനം ഉണ്ടാക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഒരു 8-10 വർഷത്തോളം നമുക്ക് നിന്ന് സ്ട്രാണായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കമ്പനി ആയി മാറ്റണം. നമുക്ക് അതിനെന്ത് ചെയ്യണം? നമ്മളെ കമ്പനി ഞാൻ പറഞ്ഞു ഇവിടെ $1000 ആണെങ്കിൽ നമുക്ക് മാക്സിമം തരുന്നത് 4x ആണ്, 4 ഇരട്ടിയാണ്. $4000 $100 ആണെങ്കിൽ $400 വരും. $400 തന്ന താഴെ നല്ല ടീം കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് വരുമാനം കിട്ടുമ്പോൾ നമ്മൾ കിട്ടുന്ന മുകളിലത്തെ ഐഡി നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാതിരിക്കും. സുഹൃത്തുക്കളെ, ഈ ടോപ്പ് 8 എന്ന് പറയുന്ന ടീമിലുള്ള എല്ലാ ആളുകളും, ഞങ്ങൾ എടുത്ത ഐഡികൾ മുഴുവൻ 50-ലായിരുന്നു. ഇന്ന് പല ഐഡികളും 1000-ലും 500-ലുമാണ്.
അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ റീചാർജ് ചെയ്ത് ടോപ്പ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യും. ഏത് കാര്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ നമ്മളെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ഐ ഡി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 ഇരട്ടി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, കമ്പനിയിലേക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കണം. അപ്പൊ വീണ്ടും അത് 4x ആയി മാറും. വീണ്ടും 4 ഇരട്ടി കിട്ടിയ വീണ്ടും, അപ്പൊ അത് ഇൻ ഔട്ട് ആയി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്തിട്ടുള്ള ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സൈലന്റ് ആയിട്ടിരിക്കാം. സൈലന്റ് ആയിട്ടിരുന്ന് 2x വാങ്ങാം. അദ്ദേഹം റെഫർ ചെയ്യാൻ തയ്യാറായി നേരെ 4x മാറും. ഇത് മനസ്സിലാകണ്ടോ എന്ന് വിചാരിക്കണു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. ഇത് ഞാൻ വായിക്കുകയാണ്. കമ്പനിയുടെ മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് നേരിട്ടിട്ട് സിസ്റ്റത്തിലൂടെ കാണിച്ചു തരാണ്. ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തത്. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണ്. നിങ്ങൾ ഓരോ വ്യക്തികളും വരുമ്പോൾ നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റിലൂടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണ് പോകുന്നത്. ബൈനറിയാണ്, പക്ഷെ ഇവിടെ ബൈനറി ലിങ്ക് ഇല്ല. അവിടെ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ റാങ്ക് തരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ശശി സാറ് വന്നു. ശശി സാറ് വന്നു കഴിഞ്ഞാൽ ശശി സാറ് കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റിലൂടെയാണ് ശശി സാറ് ഐ ഡി കൊടുത്ത് പാക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഒരു വ്യക്തി വന്നിട്ടുണ്ടാവും, ഇവിടെ ഒരു വ്യക്തി വന്നിട്ടുണ്ടാവും. 2 വ്യക്തികൾ മുഖാന്തരം ബിസിനസ് വന്നു. ഇവിടെ ഒരു $1000 വന്നു, ഇവിടെയും ഒരു $1000 വന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം റൂബി റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. കമ്പനി നടത്തുന്ന ഓരോ പ്രോഗ്രാമുകളും അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന റാങ്ക് മുഴുവൻ ഫോറക്സിൽ പെടുന്നതല്ല, അഡീഷണൽ ആണ്. മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന കമ്മീഷന് പുറമെ കിട്ടുന്ന റാങ്കുകളാണ് ഈ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് അക്യുമുലേറ്റഡ് ആണ്. ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. $5000 ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ $5000 ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ കമ്പനിയിൽ മാസത്തിൽ നടക്കുന്ന ബിസിനസിന്റെ 5%, ഇപ്പൊ വളരെ കുറച്ച് ആളുകളുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. 5% ആളുകൾ നടത്തുന്ന ബിസിനസിന്റെ ടോട്ടൽ ബിസിനസിന്റെ 5% മാറ്റിവെക്കുന്ന തുകയുടെ 5% ആർക്ക് അർഹതപ്പെട്ടതാണ്? ഈ $5000 മാച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് അതാത് മാസം കിട്ടും. ഇനി അടുത്തത് $10000 മാച്ച് ചെയ്യും. അക്യുമുലേറ്റഡ് ആണ്. ഇതും ചേർത്ത് $10000 ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ മാസം നടക്കുന്ന ബിസിനസിന്റെ 3% യോഗ്യരായിരിക്കും നിങ്ങൾ. മനസ്സിലാക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മളാണ് ലീഡേഴ്സ്. ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ ആരും വന്നിട്ടില്ല. മാക്സിമം നമ്മൾ ഈ ഒരു റാങ്ക് ഒക്കെ നമ്മൾ മാക്സിമം വേഗത്തിൽ എത്താൻ ശ്രമിക്കുക. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞു, ഇവിടെ $5000 ആയി. $5000 വന്നു. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് അല്ല കേട്ടോ, അതൊക്കെ അക്യുമുലേറ്റഡ് ആണ്. എപ്പോ വന്നാലും അക്യുമുലേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടുന്ന് നമുക്ക് 3% കിട്ടുന്നുണ്ട്. ഇനി ഒരു $1 lakh മാച്ച് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, $1 ലക്ഷം മാച്ച് ചെയ്യുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, ടീമിലൂടെ വരുന്ന ഒരു ഡോളർ മാച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ വരുന്നു, നമ്മൾ ടീമിന് വെക്കുന്നു, അതിന്റെ ഇൻകൊക്കെ നമുക്ക് കിട്ടുന്നു, റഫറൽ കിട്ടുന്നു, ലെവലിംഗും കിട്ടുന്നു. അതിന് പുറമെ നമ്മൾ റൈറ്റും ലെഫ്റ്റും $1 lakh മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കമ്മീഷന് പുറമെ പെർ മന്ത് നമുക്കൊരു സാലറി ആയിട്ട് $1000 ആണ് സുഹൃത്തുക്കളെ നമുക്ക് സാലറി ആയിട്ട് കമ്പനി തരുന്നത്. ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ 2.5 മാസമായിട്ടുള്ളൂ. ഞങ്ങളുടെ തുടർച്ചയായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാറ്റഗറിയിലേക്കും അതിന് താഴെയുള്ള കാറ്റഗറിയിലേക്കും ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമാണ്. കാരണം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ലീഡേഴ്സ് നമുക്ക് എല്ലാവർക്കും കഴിയുന്നുള്ളത് 100% ഉറപ്പാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇവിടുന്ന് അക്യുമുലേറ്റഡ് ആയിട്ട് 2 lakh ബിസിനസ് വരുന്നു. അവിടെ നമുക്ക് തരുന്നത് $2000 ആണ്. അതും ഞാൻ പറഞ്ഞു, നമ്മളെ കിട്ടുന്ന കമ്മീഷന് പുറമെ അഡീഷണൽ ആണ് സുഹൃത്തുക്കൾ, അഡീഷണൽ ആണ്. പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് എന്താ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാഹനമൊക്കെയാണ് നമ്മളെ കമ്പനി തരുന്നത്. കൂടുതൽ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ടെൻഷൻ ആക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളാണ് കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മളാണ് ലീഡേഴ്സ്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എമൗണ്ടിന്റെ കുത്തൊഴുക്കില്ലാതെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു കമ്പനിയുടെ കുത്തൊഴുക്ക്, ഒരു വ്യക്തിക്ക് $1 ലക്ഷം കമ്പനിയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഔട്ട് പോകുന്ന സംഖ്യ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നേരത്തെ ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ വന്നു, ഇവിടെ റൈറ്റ് ലെഫ്റ്റ് വെച്ചു, ഭാര്യയുടെ പേരിൽ ഐഡി വെച്ചിട്ടുണ്ടാവും, മക്കളുടെ പേരിൽ ഐഡി വെച്ചു. എന്നാലും പോട്ടെ, ഇവിടെ 10000 കിട്ടി, ഇവിടെയും 10000 കിട്ടി, മാച്ച് ചെയ്തു, വീണ്ടും 10000 കിട്ടി, താഴേക്ക് ഐഡി വെച്ച് പോയിക്കോട്ടെ. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മളൊരു വ്യക്തി, ഇപ്പൊ ശശി സാറ് വെച്ചു, ഒരു ഐഡി വെച്ചപ്പോ സ്പോട്ടിൽ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? $10000 കിട്ടിയിട്ടുണ്ടാവും.
10,000 രൂപ കിട്ടി. ഇനി മനസ്സിലാക്കുക, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് പിറ്റത്തെ ദിവസം മുതൽ എന്ത് കൊടുക്കണം? ഇയാൾക്ക് ഇത് സ്പോട്ട് കിട്ടിയിരുന്നു. പിറ്റത്തെ ദിവസം മുതൽ ഇയാൾക്ക് 1000 രൂപ കൊടുക്കണം. ഈ 1000 രൂപ കൊടുക്കുമ്പോൾ ഇതിൽ 500 രൂപ അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് പ്ലസ് നമ്മളെ പ്രൊജക്റ്റ് നിന്നും അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് നിന്നും എടുത്തിട്ട് 500 രൂപ കൊടുക്കണ്ടുള്ളൂ. ഇനി നിങ്ങൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ 40 ലെവലിൽ വരുമാനം പറഞ്ഞു. ഈ 40 ലെവലും വരുമാനം കൊടുക്കാൻ കമ്പനിക്ക് ആകെ വേണ്ട തുക എത്ര അറിയോ? 700 രൂപ. ഇത് എങ്ങനെ വേണം? ഞാൻ വന്നു 12 റെഫറൻസ്, എന്റെ താഴെ 12 റെഫറൻസ്, അങ്ങനെ ഫുൾ 40 ലെവൽ കവർ ചെയ്ത് 12 റെഫറൻസ് കണ്ടിന്യൂ പോവുകയാണെങ്കിൽ മാത്രമേ ഈ എമൗണ്ട് കൊടുക്കണ്ടുള്ളൂ. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, 1100ഉം 7 5 12, അതായത് 11,200 രൂപയാണ് നമ്മൾ ഒരു 1 lakh ചെല്ലുമ്പോ കമ്പനിക്ക് പിറ്റത്തെ ദിവസം ഔട്ട് ആവുന്നത്. ഒരു ദിവസം സ്പോട്ട് കൊടുത്തു, പിറ്റത്തെ ദിവസം കൊടുത്തു, അങ്ങനെ 11,200 കൊടുത്തു. പിറ്റത്തെ ദിവസം ഈ എമൗണ്ട് കൊടുക്കണോ? വേണ്ട. കമ്പനിയിലുണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റിലൂടെ, പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എത്ര കൊടുത്താൽ മതി? 1000 രൂപയും കൊടുത്താൽ മതി. 40 ലെവലിലേക്ക് വരുമ്പോ എത്രയാണോ എമൗണ്ട്, 500 550 വെച്ചാൽ അത് കൊടുത്താൽ മതി. മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കൈ കിട്ടിയതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കാം. നിങ്ങൾ എത്രത്തോളമാണ് സീരിയസ് ആയിട്ടാണോ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് അത്രത്തോളം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ഞങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തമിഴ്നാട്ടിലേക്കും മറ്റുള്ള സ്റ്റേറ്റിലേക്കൊക്കെ നമ്മൾ ബിസിനസ് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസ്സിന് നിങ്ങളേതായ ലീഡേഴ്സിനെ അടുത്തേക്ക് ഞങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് 1 രൂപ പോലും ചെലവില്ല. ലീഡേഴ്സിന്റെ എല്ലാ സാന്നിധ്യവും, വണ്ടിയും, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരുന്നതാണ്. നിങ്ങൾ നിങ്ങളേതായ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മാത്രം ചെയ്താൽ മതി. അവിടെ ട്രാവലിംഗ് എക്സ്പെൻസോ, ഫുഡിന്റെ എക്സ്പെൻസോ, റൂമിന്റെ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണം. നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് 100% പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പറ്റം ലീഡേഴ്സാണ്. ഊണും ഉറക്കം ഒഴിച്ചിട്ട് ഞങ്ങളിത് ഒരേ രീതിയിൽ ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റൂ, വിജയിച്ചേ തീരൂ എന്നുള്ള ചങ്കുറപ്പോട് വിസ അടക്കം വന്നുള്ള ആളുകൾ, പല ആളുകളും നമ്മുടെ ലീഡേഴ്സിന്റെ ഇതിൽ. അപ്പൊ അവര് പോലും അത് ഉപേക്ഷിച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അതിന് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എത്രത്തോളം ഏറ്റെടുത്തുന്നുള്ളത് എനിക്കറിയില്ല. നമ്മളെ മാർക്കറ്റിൽ പല ബിസിനസ് ഉണ്ട്, പല ബിസിനസ്സുകളും അതായത് കൂൺ മുളയ്ക്കുന്നത് പോലെയാണ് കമ്പനികൾ വരുന്നത്. അത് എത്രത്തോളം നമ്മൾ ലാഘവത്തോടും എടുത്താൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ. പല കമ്പനികളും പല രൂപത്തിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും വ്യക്തമായ പ്രൊജക്റ്റും എല്ലാം ഉള്ള ഒരു കമ്പനിന് മാത്രം നിങ്ങൾ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കമ്പനി, ഞാൻ പറഞ്ഞത് ഒരു സിസ്റ്റമാണ്, പക്ഷെ എന്നാൽ പോലും നമ്മളെ മാനേജ്മെന്റ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഈ വരുന്ന 4-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് കൊടൈക്കനാൽ ട്രിപ്പ്. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടി ഒരു 3 ദിവസം, 4, 5, 6 ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10-12,000 രൂപയുടെ ചെലവുണ്ട് കമ്പനിക്ക് ഓരോ വ്യക്തിയുടെ അടുത്ത് പോയി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻജോയ്മെന്റ് ഉണ്ട്, നമുക്ക് ലൈഫിൽ കിട്ടാവുന്ന എല്ലാം. ഇനി അടുത്തത് ഇന്റർനാഷണൽ ട്രിപ്പ് വെച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഇതിൽ ഇന്ന രീതിയിൽ ഇന്ന ആളുകളൊന്നുമില്ല. നമ്മളുടെ ഉള്ളിൽ വിജയിക്കണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാന്നേ. അതിന് പറ്റിയൊരു സാഹചര്യം നമുക്കുണ്ടല്ലോ. ഞങ്ങളെല്ലാം നിങ്ങളെ കൂടെ അല്ലേ. നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു ത്വര മനസ്സിലുണ്ടെങ്കിൽ ആ ത്വരയുടെ കൂടെ നിങ്ങൾ ഞങ്ങളെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്ക്. ഞങ്ങളെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചതാ, ഞങ്ങൾ വിജയിപ്പിച്ച് കാണിച്ചു തരാം നിങ്ങളെ. നിങ്ങൾ പ്ലാൻ പറയണ്ടെന്നേ. നിങ്ങൾ ഒരാളെ കുറിച്ച് പറയണ്ട. ഞാനൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ഈ പ്രൊജക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല, എനിക്ക് ദിവസം കാശ് കിട്ടുന്നുണ്ട്, ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് അപ്പൊ അതൊക്കെ കേട്ടിട്ടുള്ളതാ സാർ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ വിചാരിച്ചതിന് മാത്രം ഇന്നും നല്ല രീതിയിൽ പോകുന്ന ക്രിപ്റ്റോകളില്ലേ. നമ്മൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലീഡേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇനി ഓരോ ആഴ്ചയിൽ ഇതേപോലത്തെ പ്രോഗ്രാം ഉണ്ട്. നിങ്ങളെ ലീഡേഴ്സിനൊക്കെ ഇതേപോലെ പ്രോഗ്രാമിന് കയറ്റുക, കമ്പനിയുടെ മീറ്റിങ്ങിന് കേൾക്കുക, കമ്പനിയുടെ ട്രെയിനിങ്ങിന് കയറ്റുക. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വന്ന ആളുകളാണ്. വിജയിച്ച് തീരൂ എന്നുള്ളൊരു ശബ്ദം എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 100% വിജയിക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ വിജയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. 100% നിങ്ങളെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഈ ടോപ്പ് 8 എന്നുള്ള ഗ്രൂപ്പ് നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. കമ്പനിയുടെ മാനേജ്മെന്റ് നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ടെസ്ല ആക്സിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ഓൾ ദി ബെസ്റ്റ്.